ഇന്ന് അജുവിനെ പോലീസ് പിടിച്ചു കേട്ടോ. അന്നെ പോലീസ് പിടിച്ചില്ലെന്ന് നമ്മളെ ബന്ധങ്ങളുണ്ട്, ബന്ധങ്ങൾ പുതുക്കിയതാ. പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ബന്ധം ഖത്തറിലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധമുണ്ടോ? അല്ലാതെ നമ്മളെ പോലീസേ വണ്ടിയും അയാളെ ഫോട്ടോയും പൊട്ട്. എങ്ങനെ എന്തിനാണ്? ഞാൻ അങ്ങനെ വണ്ടി ടയർ മാറ്റാണ്ടായിരുന്നു. ടയർ മാറ്റാൻ കയറ്റിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ലെക്സസും അവിടെ ഇങ്ങനെ എയറിലിങ്ങനെ പൊക്കിട്ടിരിക്കണേ. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് സ്നാപ്പ് എടുത്തിട്ട് അയക്കാതെ നിന്നു. ബാക്കി ഞാൻ അയച്ചില്ല. അയാൾ അടിയിൽ നോക്കണ്ടായിരുന്നു. അതാ പറഞ്ഞ അങ്ങനെ പാടില്ല. അയാൾ ശ്രീമോളെ എന്തൊക്കെയാ പറഞ്ഞറിയോ, വൈ 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 എന്തൊക്കെയോ തേങ്ങൊക്കെ ചോദിച്ചു. കുറെ അതിന്റെ അടുത്ത് ആദ്യം ആള് ഏതാ ഇത് ചോദിച്ചു. അപ്പൊ ഞാൻ കേരളയാണ് പറഞ്ഞു. ഏതാ കൺട്രി വെച്ചാൽ നമ്മള് കേരള എന്ന് പറയുള്ളൂ അല്ലേ? ഞാൻ ഇന്ത്യ എന്ന് പറയാം, അങ്ങനെ പറഞ്ഞാൽ മതി. സ്പെസിഫൈ ചെയ്തിട്ട് കേരള എന്ന് പറഞ്ഞു. ഈ കേരളക്കാർ ഇവര് കുറെ പണിയെടുപ്പിക്കണാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ അയാൾ എങ്ങനെയായിട്ട് വിടുന്നില്ല, അയാൾക്ക് പറ്റില്ല. നോ നോ വൈ യു ടേക്ക് ഫോട്ടോ ചോദിച്ചു. അതിൽ അറബിയിലാ പറയണേ. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഇന്റെ ഫോണായതുകൊണ്ട് ഐ ടേക്ക് യുവർ പ്രോബ്ലം, നോ പ്രോബ്ലം. ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. അയാള് ചോദിക്കുകയാണ് ഞാൻ നിന്റെ ഫോട്ടോ എടുത്താൽ നിനക്ക് പ്രശ്നമുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, നോ പ്രോബ്ലം ഇല്ല. അയാള് ചോദിച്ച ഒരു എക്സാമ്പിൾ പോലെ നിന്റെ ഫോട്ടോ എടുത്താ എടുത്തൂന്ന്. ഞാൻ എടുത്തേല അയാൾ പെട്ടിട്ടുണ്ട്. ഞാൻ വണ്ടീന്റെ അടുത്ത് അടിയിലയാളുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ് ലാസ്റ്റ് കൊറേ കഴിഞ്ഞ് പറഞ്ഞിട്ട് അയാൾ എങ്ങനെയായിട്ട് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു സോറി സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഐ ഡോണ്ട് നോ. ഞാൻ എനിക്കറിയില്ല, ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ല, തേങ്ങ റൂൾസ് ഒക്കെ പറഞ്ഞു. എങ്ങനെയായിട്ട് വിടില്ല. ലാസ്റ്റ് അയാളുടെ അടുത്ത് പൈസ വെച്ചു. അതൊന്നും ആലോചിച്ചു. ലെക്സസും അങ്ങനെയുള്ള ഒരു സാധനം വന്നിട്ട് ഇന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു ഹൗ മച്ച് മണി വിൽ യു വെച്ചു. മണി അയച്ചു. ഞാൻ പറഞ്ഞ പേഴ്സൊക്കെ എടുത്ത് തുറന്നിട്ട് അടി കൊടുത്തു. 2 റിയാല്. ഇത് മാത്രമേ ഉള്ളു പറഞ്ഞു. അതിന് അയാൾ പറഞ്ഞു നോ 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 പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ അല്ല എന്റെ കയ്യിൽ പറഞ്ഞു. എനിക്കറിയില്ല എന്താ, ഞാൻ എന്റെ ഇല്ലായിരുന്നു. പിന്നെ അയാൾ സമ്മതിക്കില്ല. ഞാൻ പോലീസ് വിളിക്കും പറഞ്ഞു. പോലീസ് വിളിച്ചു. എന്തായാലും ഇപ്പൊ എന്തെങ്കിലും ഒന്നെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യും, നാട്ടിൽ പോകാലോ. പിന്നെ ജയിലിൽ കിടക്കാൻ ചെന്നാ 3 നേരം അടിപൊളി ഫുഡാന്ന് കേട്ടിട്ടുള്ളത്. തല്ലൊന്നും ഉണ്ടാവില്ല. ഈ ഫോട്ടോ എടുക്കണം എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുണ്ട്. ഇതിന് അതിന് മാത്രം പ്രശ്നം ഉണ്ടാവില്ല വിചാരിച്ചു. അപ്പൊ നാട്ടില് ഡീപ്പോർട്ട് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്താ കാട്ടത്, അയാളെ കാലം പിടിച്ച് എത്ര നേരെ പറഞ്ഞ എടുത്തത്. സോറി സോറി അറിയാതെ പറ്റിയാണ്, എനിക്ക് അറിയില്ല, റൂൾസ് ഒക്കെ അറിയില്ല, കാര്യങ്ങളൊക്കെ അറബിയിൽ പറയണം. മാലിഷ് മാലിഷ് മാഫി ഫിലോസ് മാഫി മുഷ്കിൽ ഞാൻ പറയാ വിചാരിച്ചു. പിന്നെ അത് അർത്ഥം തെറ്റാന്ന് എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മാഫി ഫുലൂസ് തന്നെ പൈസ അല്ല, മാഫി മുഷ്കിൽ തന്നെ പ്രശ്നമല്ല. പൈസ അല്ല പ്രശ്നമില്ല എന്നുള്ള പോലെ അല്ലേ? ഞാൻ പറഞ്ഞു പിന്നെ പോലീസ് വിളിച്ചോളാൻ പറഞ്ഞു. എന്തെങ്കിലും കൊടുക്കാമല്ല. പോലീസ് അപ്പൊ തന്നെ വന്നു. പക്ഷെ അപ്പോഴും എന്റെ പേടി നിന്നറിയോ, ഇയാള് മീൻസ് അയാളെ വിളിച്ചു വരുത്തിയല്ലേ, ഇനി നമുക്ക് ഷോക്ക് ആവുമെന്നുള്ള പേടിണ്ടായിരുന്നു. പക്ഷെ അയാൾ അടിപൊളി 2 പോലീസുകാരുണ്ടോ, അടിപൊളി മനുഷ്യന്മാര്. ഒരു വന്ന് കാര്യങ്ങളൊക്കെ പോലീസല്ലേ. ഓലിന്റെ അടുത്ത് പറഞ്ഞ കാര്യം അയാൾ വേറെ ആരെയൊക്കെ വിളിച്ചിട്ട് ഫോണൊക്കെ കൊടുക്കണ്ടേന്നു. ഒന്നും വാങ്ങിച്ചില്ല. നീ നിന്റെ ഫോണൊക്കെ കൊടുത്തോ? എന്റെ ഫോൺ മറ്റേ ആള് പിടിച്ചോണ്ടായേ, അയാൾ വാങ്ങിച്ചോണ്ടേ. അയാള് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും വിചാരിച്ചിട്ടേ. ഞാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. പുതിയ ഫോണാന്ന് പറഞ്ഞില്ലേ? പുതിയ ഫോണ്. അല്ല എന്റെ അടുത്ത് പൈസ ചോദിച്ചത് ഐഫോണൊക്കെ പൈസ. അതാ പറഞ്ഞ സാധനം കാര്യങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര വലിയ ടീമാണ്. കീറി ഷെഡ് ആട്ടി കൊടുത്താൽ ഇതിന് വരെ ഓട്ടയെന്ന് പറയും. അതാ വിറ്റേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്ന അയാളോട് ഞാൻ എനിക്ക് അറിയില്ല റൂൾസ് അറിയുന്നത്. പക്ഷെ ഒരു നല്ല ആൾക്കാർ കേട്ടോ. എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടി എന്റെ ഏത് കൺട്രി വെച്ചു. അപ്പൊ ഇന്ത്യ പറഞ്ഞു. ഇന്ത്യ പറഞ്ഞപ്പോ അയാൾ ഇങ്ങനെ മറ്റൊരു പിച്ചിച്ചൊരു ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇയാളെ കണ്ടു. അത് കണ്ട് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞു പൈസ ചോദിച്ചു. അത് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ തുടങ്ങി. പിന്നെ ഓല് തമ്മിൽ ഫുള്ള് ഫൈറ്റ്. എന്തൊക്കെയോ അറബിയിൽ അങ്ങനെ. അപ്പൊ പിന്നെ അയാൾ പറഞ്ഞിട്ട് കേസ് വേണ്ട ഐഡി കൊണ്ടാ അതിനുണ്ട്. പക്ഷെ ഓല് കൊടുക്കാൻ കൂട്ടാക്കില്ല. അപ്പൊ അയാൾക്കൊന്ന് കൊടുത്തൂടെ അത് പോവാണല്ലോ വിചാരിച്ച്. പക്ഷെ അയാൾ ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഇവര് വർത്താനം പറയേണ്ട ഇടയിൽ കൂടെ സാർ എങ്ങനെയാലും കുഴപ്പമില്ല കുഴപ്പമില്ല. അതിൽ എന്റെ അടുത്ത് പറഞ്ഞു ഡോണ്ട് വെറി ബ്രോ, നോ പ്രോബ്ലം ഇസ് ദർ, യു ഡോണ്ട്, ഐ വിൽ ടെൽ യു ലേറ്റർ അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു സംസാരം കുറെ ആയിട്ട് കേസ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആക്കാൻ വേണ്ടി അയാൾ നിൽക്കില്ല. അങ്ങനെ പോകണ്ടി കൂടെ പോകേണ്ട എന്തെങ്കിലുമൊക്കെ വരും തോന്നുന്നു. പോണം എന്താ ഇവിടെ പോണം, പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറയണത്. അത് പറഞ്ഞ് ലാസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് ഒരു 2 പേപ്പറിൽ ഒരു പേപ്പറിൽ അയാളുടെ ഐഡി ഡീറ്റെയിൽസും ഇന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ട് സിഗ്നേച്ചർ ഒക്കെ വാങ്ങിക്കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര കേസാക്കി എഴുതിയറു. അപ്പൊ എന്താ സ്പോട്ടിൽ വന്നതിന്റെ ഒരു ജസ്റ്റ് വെരിഫിക്കോല് ഫോൺ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യലോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ ഡിലീറ്റും ചെയ്യില്ലായിരുന്നു. പോലീസുകാർ വന്നപ്പോൾ ഞാൻ കാട്ടി കൊടുത്തു. ഞാൻ അതിങ്ങനെ എടുത്തു, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് സ്നാപ്പ് ആയിട്ട് 1 ടൈം ആണ്, പ്രൈവസി ആണ് പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല. മീൻസ് ആരുടെങ്കിലും ജസ്റ്റ് ഇത് ഫോൺ റേസ് ചെയ്യുമ്പോൾ വേറെ ആരും നിന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം വേണം ഫോട്ടോ എടുക്കാൻ,
അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. ഖത്തറിൽ പുതിയതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല പറഞ്ഞു 2 കൊല്ലം ആയി. ഇവിടെ ശരിക്കും നമ്മള് റൂൾസ് പ്രകാരം ഞാൻ പറഞ്ഞു അത് പെണ്ണുങ്ങളാണെങ്കിൽ നല്ല പണി കിട്ടുമായിരുന്നു. പെണ്ണുങ്ങളെ ഫോട്ടോ ആണ് എടുത്തെങ്കിൽ അയാള് പിന്നെ ജസ്റ്റ് വല്ല ടൈം എനിക്കറിയില്ല എന്തൊരു ലാസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളോട് എല്ലാം കഴിഞ്ഞിട്ട് അയാൾ വേഗം പോയി. പിന്നെ അയാളെ മൈൻഡ് ചെയ്തില്ല. ഇത്രയും നേരം നാടിനെ പിടിച്ചെടുത്തിട്ട് ഞാൻ പോലീസുകാർ 2 ദിവസം എനിക്ക് അറിയില്ല. ഡോണ്ട് വറി ബ്രോ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നല്ല ആൾക്കാർ കേട്ടോ, ഇഷ്ടമായി. ഇങ്ങനെ അയാൾ തലേന്റെ മേലെ ഒരു വട്ട സ്വർണ്ണു ഒരു ചെറിയ ചിറകും ഇങ്ങനെ വന്നിങ്ങനെ ഐഡിയ ഐഡിയ നോക്കി തന്നെ വന്നു. അത് കള്ളത്തരം കഞ്ചാവ് കുടിച്ചിട്ടൊന്നുമല്ല, ഒരു ഫോട്ടോ എടുത്തല്ലേ വണ്ടി കണ്ടപ്പോള്. അങ്ങനെ എടുക്കാൻ പാടില്ലല്ലേ. അവരുടെ സ്വന്തം പ്രൈവസി. അവരെ വണ്ടി വരെ നമ്മൾ എടുക്കാൻ പാടില്ല, അവരെ നമ്പറുള്ള വണ്ടി വരെ അങ്ങനെ ഉണ്ട്. പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്ത് അതിനെക്കാറ്റും പ്രശ്നമാണ്. ഈ പാർക്കിലൊക്കെ നമ്മള് പോകുമ്പോ അങ്ങനെ വെക്കുമ്പോ തന്നെ സെക്യൂരിറ്റി ഫോൺ വാങ്ങിക്കാൻ പറയും. ഞാൻ മാക്സിമം വീഡിയോ എടുക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ദൈവമേ ആരെങ്കിലും പ്രശ്നം വരുമോ ഈ മാളിന്നൊക്കെ എടുക്കുമ്പോ. അറിയില്ല, പക്ഷെ അവര് പെട്ടെന്ന് പൈസ വെച്ചപ്പോ ഞാൻ അന്തം വിട്ടോ. എന്താ എന്ത് കണ്ടിട്ടല്ലേ ജ്യൂസ് അയാൾക്ക് ഇന്റെ നെഞ്ചത്ത് കഞ്ഞിയിൽ പാറ്റിട്ട് വേണം ജ്യൂസ് വാങ്ങിക്കാൻ. ഈ പേടിച്ചില്ലേ ഈ സൂനെ വിളിച്ച് പറഞ്ഞോ? ഞാനല്ലേ പറഞ്ഞിട്ടില്ലല്ലോ. ആരും വിളിച്ച് പറഞ്ഞില്ല. പിന്നെ സുഭാഷിന്റെ അടുത്ത് സൂ ഞാൻ കയറി ചെന്നപ്പോ സൂവിന്റെ അടുത്ത് തന്നെ ഞാൻ തുണി തോരിട്ട് ചെന്നപ്പോ പറഞ്ഞു അജുവിനെ പോലീസ് പിടിച്ചു. ഞാനങ്ങോട്ട് പേടിച്ചു പോയി, എന്തിനാന്ന് അറിയില്ല. ഞാൻ അപ്പൊ വിളിച്ചില്ല, സുഭാഷിനെ വിളിച്ചു. ഞാൻ എല്ലാം കഴിഞ്ഞു, എല്ലാം ശാന്ത. അതിന്റെ ശേഷം കൺഫേം ആയിട്ട് എങ്ങനെയായാലും മൂപ്പറൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് എന്താവും കാര്യങ്ങളൊക്കെ എന്താവും അവസാന സ്റ്റേജ് എന്തായാലും നോക്കിട്ട് വിളിച്ച് പറയാം. നല്ല ആൾക്കാരുണ്ട് പോലീസുകാരെ അടിപൊളി. അങ്ങനെയല്ല ഖത്തറേ ശരിക്കും റൂൾസിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ വേറെ ആള് ഫോണൊക്കെ വിളിച്ചു കൊടുക്കണേ. അയാൾ ഫോൺ വാങ്ങിച്ചല്ല ഇടോ വേണ്ട. അടിപൊളി സാർ. നിന്റെ ഫോണും കൊണ്ട് മറ്റേ പോയാനായിരുന്നിട്ട് ഞാൻ ഇടയിൽ കൂടെ അങ്ങനെ പറഞ്ഞു സോറി സോറി എനിക്ക് അറിയില്ലല്ലോ. ഫുൾ അറബിയില് 2 ആൾ തമ്മിൽ സംസാരിക്കുക. ഞാൻ പറയും ഇന്നെ തൂക്കാനാണോ പ്ലാൻ ചെയ്ത് തൂക്കാണോ വിചാരിച്ചു. 2 ആളും കൂടി ഒന്നാവോന്ന് കരുതി. എനിക്ക് ആരും ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയിൽ കൂടെ സാർ സോറി 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 എനിക്കറിയില്ല അറിയാതെ പറഞ്ഞു. കൊറേ കേട്ടിട്ട് വെയിറ്റ് 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 എന്ന് പറയണ്ടേ. ഞാൻ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഞാൻ പിന്നെ പറയല്ലേ വെയിറ്റ് ബ്രോ ഐ വിൽ ടെൽ യു ലേറ്റർ ഡോണ്ട് വറി. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് പോവാൻ നേരത്ത് ഡോറിലെ ഗ്ലാസ് ഇങ്ങനെ അടച്ചൊക്കെ കയറ്റി പോവാൻ നിൽക്കുന്നത്. ഗ്ലാസ് കൊടുത്തു സാർ സോറി സാർ കയ്യെ കൊടുത്തു പതപ്പിച്ചു അല്ലേ? പതപ്പിച്ചു. പാവം തോന്നിണ്ടാവേ. ഞാൻ നോക്കിങ്ങനെ ഫുള്ള് സാഡ് മുഖാക്കി. സന്ദർഭത്തിൽ വരും. അഭിനയിക്കാൻ ബെസ്റ്റ് ആണ് അല്ലേ? പക്ഷെ വിറച്ചു പോയിട്ടേ അല്ലേ വണ്ടി ഞാൻ എന്താ തട്ടി വിചാരിച്ചറിയോ? അജുവിനെ പോലീസ് പിടിച്ചു പറഞ്ഞപ്പോ വണ്ടി തട്ടിയത് അങ്ങനെ എന്തെങ്കിലും ചെയ്തോന്ന് കരുതി.